ബാബുവിനെ കുറിച്ച് വളരെ വിശദമായിട്ട് ഉദ്ഘാടകൻ അധ്യക്ഷത വഹിച്ച ചാക്കോമാഷ് കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. വളരെ പലതും ഈ പുതിയ തലമുറയ്ക്ക് ഇങ്ങനെയൊക്കെ ആളുകളുണ്ടായി എന്നുള്ള കാര്യങ്ങളാണ് വെളിവാകുന്നത്. ഈ മുഖം തന്നെ മുഖത്തിലെ പാട്ടുപാടുന്ന പെൺകുട്ടിയും ആൺകുട്ടിയും പ്രണയത്തിലായി. അവർ നേരെ ഈ പ്രണയിനിയുടെ അമ്മേനെയും കൂട്ടത്തിൽ കൂട്ടിയിട്ട് വീട്ടിൽ നിന്ന് ഒളിച്ചോടി സുരേഷ് അറവിൻ്റെ വീട്ടിൽ വന്നു. സുരേഷ് അറവിന് പ്രശ്നമായി, കാരണം അച്ഛൻ സമ്മതിക്കില്ല, നായന്മാരുടെ ഭവനം. അങ്ങനെ സുരേഷ് അറവ് എൻ്റെ വീട്ടിലേക്ക് വന്നു. എന്താ ചെയ്യുക? അവർ 3 പേരെ വന്നാണ്, അമ്മേനും കൊണ്ടാവുന്നതാണ്. നിങ്ങളൊന്ന് ഇടപെടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു. എങ്ങനെയും അവരെ പറഞ്ഞ് പുറത്തേക്ക് ഇറക്കി. എന്നിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ എവിടേക്ക് പോകണമെന്ന്. അപ്പോഴാണ് ബാബുവിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ തെളിയുന്നത്. ധീരനായ ബാബു ഉണ്ടല്ലോ അവിടെ. ഞങ്ങൾ ഇവിടുന്ന് ബസ് കയറി ബാബുവിൻ്റെ കുന്നിൻ്റെ മുകളിലുള്ള ഭവനത്തിലേക്ക് ചെന്നു. അവിടെ ബാബുവിൻ്റെ അമ്മയില്ല. ഞാനിവിടെ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഉത്സവത്തിൽ പോയിരിക്കുക. അപ്പോൾ അവിടെ ഇവരെ താമസിപ്പിച്ച് ഞാൻ സുരേഷ് അറവ് പുറത്ത് കാവൽ. കാരണം അപ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ വന്നു. ഒരു ഓട്ടോക്കാരൻ വന്ന് പറഞ്ഞു, എന്നാർ ബാലൻ എന്ന് പറഞ്ഞിട്ടൊരാൾ ഒരു കത്ത് കൊടുത്തയച്ചിട്ടുണ്ട്, ആ കത്ത് തരാനാണ് വന്നതെന്ന് പറഞ്ഞു. ഞാൻ ആ കത്തിൽ എഴുതിയിട്ട് സഖാവ് പോൾസം കാണിക്കും, ഉടനെ അവരെ വിട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ വലിയ കലാപം ഉണ്ടാവും. എന്നാർ ബാലനാ. അപ്പോൾ നമുക്ക് പേടി, കാരണം അന്നത്തെ ഒരു സാഹചര്യം. അപ്പോൾ ബാബുവിനോട് ആലോചിച്ചു എന്ത് ചെയ്യേണ്ട ബാബു. ബാബു പറഞ്ഞൊരു കാര്യം ചെയ്യാം, എന്തായാലും ഇന്ന് രാത്രി കഴിയട്ടെ, നാളെ കാലത്ത് ആലോചിക്കാം നമുക്ക്. അങ്ങനെ അന്ന് അവിടെ ഞങ്ങൾ തങ്ങി. ബാബുവിൻ്റെ നാട്ടുകാർ ഞങ്ങൾക്ക് വളരെ നല്ല സപ്പോർട്ട് തന്നു. എല്ലാവരും അന്വേഷിക്കല്ലോ, ഒരു ഫാമിലി ഒന്നുമില്ല ആരാണ് എന്നൊക്കെ അന്വേഷിക്കില്ലോ. പക്ഷെ അവിടെ സിറ്റിങ്ങിൻ്റെ ഒരു വൻ ടീമുണ്ട്. അവർ പറഞ്ഞു, നിങ്ങളിത് ഇവിടെ വന്നിട്ട് ആരും ചെയ്യില്ല, ഇന്നത്തെ രാത്രി കഴിയട്ടെ എന്ന് പറഞ്ഞു. പിറ്റേന്ന് ഉത്സവം കഴിഞ്ഞ് അമ്മ വീട്ടിൽ വന്നപ്പോൾ പ്രശ്നമായി, ബാബുവിൻ്റെ അമ്മ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ കലാദീപം പോയി ചാക്കോമാഷോടെ നാടകം ചെയ്തിട്ടുണ്ട്. ഞാൻ പലതവണ നാടകം ചെയ്തിട്ടുണ്ട്. എൻ്റെ മാന്ത്രികവടിയുടെ മറ്റേ അറ്റെന്നുള്ള PM ദാരിൻ്റെ പ്രസിദ്ധമായിട്ടൊരു നാടകം ചെയ്തത് പൊയ്യക്കാർ. അപ്പോൾ പൊയ്യത്തെ വീടുകളൊക്കെ എനിക്ക് ഓർമ്മ വന്നു. കാരണം മിക്കവാറും ലക്ഷം വീട് എണ്ണി താമസിക്കുന്നവർ, അവർക്ക് മനസ്സാക്കി ഉണ്ടാവും. ബാബുവൊക്കെ കൂടിയിട്ട് ഈ ഫാമിലി, അതായത് പ്രണയിക്കുന്നവൻ, പ്രണയിനിയുടെ അമ്മ, ബസ്സിലൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇങ്ങനെ ബാബുവിൻ്റെ കൂടെ സുരേഷ് അറവുണ്ട്. ഞങ്ങൾ പൊയ്യയിൽ ചെന്നു. അങ്ങനെ പൊയ്യ പ്രേമനോട് വിവരം പറഞ്ഞു. അപ്പോൾ അവർ അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്തു. അവിടെ നിന്ന് കരുതലക്കൂട് രമേശ് ഇപ്പോൾ താമസിക്കുന്ന വടമ എന്ന് പറഞ്ഞ സ്ഥലം, വടമയിലാണ് രജിസ്റ്റർ ഓഫീസർ. അവിടെ കൊണ്ടുപോയി രജിസ്റ്റർ മാനേജ് നടത്തി. ഞാനിന്ന് തിരിച്ചു പോകുന്ന അന്ന് രാത്രി എന്നാ ബാലന് വിട്ട ഒരു പടക്കൂട്ടം ഈ പൊയ്യ കോളനിയിലേക്ക് ചെന്നു. പിന്നെ അവിടെ ഒരു ഒരിക്കലും അവിടെ നിന്ന് അങ്ങനെ അവരെ തല്ലിയിട്ട് ഒന്ന് പോരാൻ കഴിയില്ല. അങ്ങനത്തെ മേഖലയാണ് ഈ കലാദീപം പൊയ്യ പ്രവർത്തകർ. അങ്ങനെ പിന്നെ അതൊക്കെ ഒത്തുതീർന്നു. പിന്നെ ഞങ്ങൾ രക്ഷപ്പെട്ടു, കാരണം മേഖലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ. പക്ഷേ ഇപ്പോഴും ഇപ്പോൾ എനിക്ക് അവരെ ഒന്ന് അറിയിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അവരൊക്കെ മുഖത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയി, അവരുടെ കാര്യങ്ങൾ നടത്തി കിട്ടിയത്. അപ്പോൾ ബാബു മാത്രമാണ് ഒഴിയാതെ ഇന്നും എൻ്റെ പിന്നാലെ നടന്നിരുന്നു. ആ ആളാണ് പോയത്. ബാബുവിനെ കുറിച്ച് ഈ പരിപാടിയിൽ വന്നവർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി അല്ലാണ്ട് രേഖപ്പെടുത്തി. എങ്കിലും നിങ്ങളെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് പാടുകയാണ്. ചാക്കോമാഷ് ആദ്യം ഞാൻ പാടിയതാണ്, ചാക്കോമാഷ് വീണ്ടും പറഞ്ഞതുകൊണ്ട് അതൊന്നുകൂടി പാടുകയാണ്. കറുത്ത പാട്ടിന്
കരളേറിയ കൂട്ടുകാരാ കറുത്ത പാട്ടിന് കരളേറിയ കൂട്ടുകാരാ കന്നൽ പെയ്യും കവിതയായി ഇവിടമാകെ നിറയും കറുത്ത പാട്ടിന് കരളേറിയ കൂട്ടുകാരാ മുഷിഞ്ഞ മണ്ണിലെ മുടിഞ്ഞവർക്കാൻ നിന്റെ നാവ് തുടിച്ചു നിന്നു മുഷിഞ്ഞ മണ്ണിലെ മുടിഞ്ഞവർക്കാൻ നിന്റെ നാവ് തുടിച്ചു നിന്നു ഉയിരു പോലെ ഉറവ പോലെ വൈകമി ധീരത്തിയോടെ ഉയിരു പോലെ ഉറവ പോലെ വൈകമി ധീരത്തിയോടെ കറുത്ത പാട്ടിന് കരളേകിയ കൂട്ടുകാരാ ഉള്ള തൊട്ടറിയുന്നു ഞങ്ങൾ ഒരുപാട് പാടുവാൻ ഇനിയുമുണ്ട് ഉള്ള തൊട്ടറിയുന്നു ഞങ്ങൾ ഒരുപാട് പാടുവാൻ ഇനിയുമുണ്ട് പുതുപട പാട്ടിന് കരൾ തുടിക്കുന്നു കൂട്ടുകാരാവരും കവിതയായി പുതുപട പാട്ടിന് കരൾ തുടിക്കുന്നു കൂട്ടുകാരാവരും കവിതയായി കറുത്ത പാട്ടിൻ കരളേകിയ കൂട്ടുകാരാ. നന്ദി, നമസ്കാരം. ഈ യോഗം ഇരിക്കൂട്ടതായി അറിയിക്കുന്നു.